Hello my students, welcome back to biology class. From the last class, we learned that the exchange of gases in the alveoli. So alveoli നടക്കുന്ന gaseous exchange, that means O2 CO2 transformation ആയിരുന്നു നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ടുഡേ നമ്മളൊരു ന്യൂ ടോപ്പിക്സിലോട്ടാണ് പോകുന്നത്, ആൻഡ് ദാറ്റ് ഈസ് simple nutrients are transmitted through the plasma. Is it? Yes, നമ്മുടെ പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? സിമ്പിൾ ന്യൂട്രിയൻസ് ഒക്കെ പ്ലാസ്മ വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന്. ഓക്കെ, ഡു യു നോ വിച്ച് കോമ്പണൻറ്റ് ഓഫ് ബ്ലഡ് ക്യാരി ഓക്സിജൻ? അതായത് ബ്ലഡിൻ്റെ ഏത് കോമ്പണൻസ് ആണ് ഓക്സിജൻ ക്യാരി ചെയ്യുന്നതെന്നറിയോ? ബ്ലഡിൽ ഏതൊക്കെ കോമ്പണൻസ് ഉണ്ട്? പ്ലാസ്മ, അതേപോലെ ഹിയർ റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലേറ്റ്സ് പറഞ്ഞിട്ട് മെയിൻലി 3 കോമ്പണൻസ് ആണ് ബ്ലഡിൽ കാണപ്പെടുന്നത്. അതിൽ ഈ ബ്ലഡിൻ്റെ ഏത് കോമ്പണൻസ് ആണ് ഓക്സിജൻ ക്യാരി ചെയ്യുന്നത്? യെസ്, ദാറ്റ് ഈസ് ദ ഹീമോഗ്ലോബിൻ in red blood cells carry oxygen. So hemoglobin, what do you mean by hemoglobin? Hemoglobin in the red blood cells carry oxygen. So RBCയിൽ കാണപ്പെടുന്ന ഹീമോഗ്ലോബിൻ ആണ് ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് ടു ദി സെൽസ്. ഓക്കെ, don't you want to know the peculiarities of RBC? So എന്താണ് RBC അല്ലെങ്കിൽ എന്താണ് റെഡ് ബ്ലഡ് സെൽസ് എന്നുള്ളതാണ് നമ്മൾ ഇനി പറയുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുക. നമ്മുടെ ബ്ലഡ് എടുത്തിട്ട് എന്ത് ചെയ്യുക? സ്ലൈഡിലൂടെ ജസ്റ്റ് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സേർവ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനെയൊരു ഇത് കാണാൻ പറ്റും. ത്രൂ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സേർവ് ചെയ്യുമ്പോൾ കേട്ടോ. ഇത് ഫുള്ളും എന്തായിട്ടാണ് കാണപ്പെടുന്നത്? യെസ്, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ദി RBCs. ഇതാണ് എന്ത്? റെഡ് ബ്ലഡ് സെൽസ്. ഓക്കെ, റെഡ് ബ്ലഡ് സെൽസിനെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ചില ഭാഗങ്ങളായിട്ട് നമുക്ക് വേറെ ഒരു സെല്ലും കൂടിയും ബ്ലഡിൽ പ്രസൻ്റ് ആണ്. ദാറ്റ് ഈസ് ദ WBC, ദാറ്റ് മീൻസ് വൈറ്റ് ബ്ലഡ് സെൽസ്. ആൻഡ് റെഡ് കളറിൽ മെജോറിറ്റി കാണപ്പെടുന്ന റെഡ് കളറിലുള്ളതാണ് RBC, ദാറ്റ് ഈസ് റെഡ് ബ്ലഡ് സെൽസ്. ഓക്കെ, സോ red blood cellsum, white blood cellsum, platelets, those are the main 3 components that present in blood. Okay, so ഇനി എന്താണ് ഈ RBCയുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ what is the peculiarities? Okay, the number of RBC is more than other blood cells. So in our blood the number of RBCs is higher than compared to other blood cells like WBC, etc. Okay, and do not have cell organelles full of hemoglobin. And here the RBCs they do not have any types of cell organelles, and it have full of hemoglobin. Okay, and the hemoglobin combines with oxygen and release oxygen spontaneously. So RBCയിൽ കാണപ്പെടുന്ന ഹീമോഗ്ലോബിൻ ദേ ആർ കമ്പൈൻഡ് വിത്ത് ഓക്സിജൻ ആൻഡ് സ്പോണ്ടേനിയസ്ലി ഓക്സിജനെ റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഹിയർ ഒരു RBC എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ ഡിസ്ക് ഷേപ്ഡ്. എന്താണ് RBC മീൻസ്? റെഡ് ബ്ലഡ് സെൽസ് ആണ്. ഒരു ഡിസ്ക് ഷേപ്ഡ് ആയിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, disc shaped, and per milliliter
45 lakh to 60 lakh, between 45 lakh to 60 lakh per milliliter നമുക്ക് ആർ ബി സിയെ കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹാവ് നോ ന്യൂക്ലിയസ് ഓർ അതർ സെൽ ഓർഗനൽസ്. ആൻഡ് റെഡ് ആർ ബി സി ഹാവ് നോ ന്യൂക്ലിയസ് ഓർ അതർ സെൽ ഓർഗനൽസ് ആൻഡ് ഫുൾ ഓഫ് ഹീമോഗ്ലോബിൻ വിച്ച് ഹാസ് അഫിനിറ്റി ടു ഓക്സിജൻ. എന്താണ്? ഇത് ഫുള്ളും ഹീമോഗ്ലോബിൻ ആണ്, അത് ഓക്സിജനുമായിട്ടൊരു അഫിനിറ്റി ഉണ്ട്. ഓക്കെ, so these are the main peculiar features of the RBC. That is, it is a disc shaped between 45 lakh to 60 lakh per milliliter and have no nucleus or cell organelles and completely affiniated to the ഓക്സിജൻ. ഓക്കെ, സോ അതാണ് ബ്ലഡ് സെൽസിലുള്ള ആർ ബി സിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലഡ് സെൽസിൽ മോർ എമൗണ്ടിൽ കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് സെല്ലാണ് ആർ ബി സി ഓർ അതർവൈസ് കാൾഡ് റെഡ് ബ്ലഡ് സെൽസ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഓക്സിജൻ ഇൻ ടു സെൽസ്. ഇതുവരെ ഓക്സിജൻ എവിടെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്? യെസ്, ഓഫ് കോഴ്സ് ഇത് ആൽവിയോളയിൽ വരെ എത്തുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി അല്ലേ? ലങ്സിൽ നിന്നും ആൽവിയോളയിൽ നിന്നും അതെങ്ങനെയാണ് ടിഷ്യൂ ഫ്ലൂയിഡ് വഴി സെല്ലിലോട്ടും സെല്ലിൽ നിന്ന് ആൽവിയോള വഴി എങ്ങനെയാണ് ഇത് ഔട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ എങ്ങനെയാണ് സെല്ലിലോട്ട് ഓക്സിജൻ എത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. Next, so before that I would like to be introduce a new term, that is hemoglobin. ഹീമോഗ്ലോബിൻ ഒരു ന്യൂ ടേം ഒന്നല്ല, പക്ഷെ ആ ഒരു ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ എന്താ എന്നുള്ളത് നമ്മളിവിടെ പഠിക്കാൻ പോവാണ്. ഓക്കെ, the structure of hemoglobin consists of 4 protein strands with iron containing heme. So the hemoglobin have 4 protein strand. 4 protein strands. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് 4 protein strandsഉം അതുപോലെ iron containing heme. iron containing heme. ഇത് രണ്ടും കൂടി ചേർന്നതാണ് ഒരു ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. സോ ദ സ്ട്രക്ചർ ഓഫ് ആൻ ഹീമോഗ്ലോബിൻ കൺസിസ്റ്റ് ഓഫ് 4 protein strand with iron containing heme. Okay, the oxygen combines with iron in the heme. So എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹീമിലുള്ള ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു അയൺ കണ്ടെയ്നിങ് ഹീമുമായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്. ഈച്ച് ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ക്യാൻ ക്യാരി 4 oxygen molecule. സോ ഓരോ ഹീമോഗ്ലോബിൻ മോളിക്യൂളും 4 ഓക്സിജൻ മോളിക്യൂളിനെയാണ് ക്യാരി ചെയ്യുന്നത്. സോ സിൻസ് എ ഹീമോഗ്ലോബിൻ മോളിക്യൂൾ കണ്ടെയ്ൻ 4 protein strand and a heme. So simply we can say that hemoglobin contain 4 protein strand and a heme, and it combine with 4 oxygen molecule. One hemoglobin combines with 4 oxygen molecules. Okay, സോ എന്താണ് ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ എന്ന് മനസ്സിലായി അല്ലേ? ഇനി എങ്ങനെയാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. 52 പേജിൽ നമുക്ക് ഫസ്റ്റ് ഒരു ഫിഗർ കാണാൻ പറ്റുന്നുണ്ട്. ആൽവിയോളസും സെൽസും തമ്മിലുള്ളൊരു ഫിഗർ. ഇസ് ഇറ്റ്? യെസ്. സോ എങ്ങനെയാണ് ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതെന്ന് നോക്കാം. എങ്ങനെയാണ് ഓക്സിജൻ്റെ ഡിഫ്യൂഷൻ സെൽസിലോട്ട് എങ്ങനെയാണ് ഓക്സിജൻ എത്തുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൽവിയോളയിൽ ഓക്സിജൻ പ്രസൻ്റ് ആണെന്നല്ലേ. സോ ഈ ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? ആൽവിയോളയിൻ്റെ തൊട്ട് താഴെയുള്ള ബ്ലഡ് കാപ്പിലറീസിലോട്ട് ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബ്ലഡ് കാപ്പിലറീസിൽ ആര് പ്രസൻ്റ് ആണ്? യെസ്, ഹീമോഗ്ലോബിൻസ് പ്രസൻ്റ് ആണ്. ഈ ഹീമോഗ്ലോബിനുമായിട്ട് ഓക്സിജൻ കമ്പൈൻ ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഓക്സി ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ഈ ഓക്സി ഹീമോഗ്ലോബിന് സെൽസിനകത്ത് ആ ഒരു ബ്ലഡ് കാപ്പിലറീസിൽ നിന്ന്
ടിഷ്യൂ ഫ്ലൂയിഡ്സ് വഴി സെല്ലിലോട്ട് മൂവ് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹീമോഗ്ലോബിൻ റിലീസസ് ഓക്സിജൻ ആൻഡ് ബിക്കം ഫ്രീ. സോ ഇതെന്ത് ചെയ്യുന്നുണ്ട്? അവിടെ എത്തിയാൽ ഹീമോഗ്ലോബിന് ഓക്സിജൻ അവിടുന്ന് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിലീസ് ചെയ്യുന്ന ടൈമിൽ അവിടെ എന്തായിട്ടുണ്ട്? ഈ ഒരു ഹീമോഗ്ലോബിൻ അവിടെ സേഫായിട്ട് അത് ഫ്രീ ആയി. കാരണം എന്താണ്? ഓക്സിജനെ റിലീസ് ചെയ്തു. സോ ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ഇൻ ടു ദി സെൽസ് ത്രൂ ദി ടിഷ്യൂ ഫ്ലൂയിഡ്. സോ അവിടെ ഒരു യെല്ലോ കളറിൽ കാണപ്പെടുന്നതാണ് ടിഷ്യൂ ഫ്ലൂയിഡ്. ഈ ടിഷ്യൂ ഫ്ലൂയിഡ്സ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ സെൽസിലോട്ട് പോകുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് ദി ആൽവിയോളൈ. ആൽവിയോളൈ ഇതാണെന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് ഇവിടെയാണ് ബ്ലഡ് കാപ്പിലറീസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇവിടെ എന്ത് പ്രസൻ്റ് ആണ്? ഇതാണ് ഓക്സിജൻ, O2. ഈ ഓക്സിജന് ബ്ലഡ് കാപ്പിലറീസിലുള്ള ഹീമോഗ്ലോബിനിലോട്ട് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ദിസ് ഈസ് ദി ഹീമോഗ്ലോബിൻ. ഓക്കെ, ഈ ഹീമോഗ്ലോബിനിലോട്ട് ഈ ഓക്സിജൻ വരുന്നുണ്ട്. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 പ്രോട്ടീൻ സ്ട്രാൻഡ് ഉണ്ട്. ഇതാണ് ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂൾ. ഈ ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂൾസിന് 4 ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, 4 ഓക്സിജൻസ് ഉണ്ടായിരിക്കും അല്ലേ? സോ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഹീമോഗ്ലോബിന് ഈ ഓക്സിജനും ഹീമോഗ്ലോബിനും കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റ് അവിടെ ഫോം ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ ഓക്സി ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യാണ്? ഇതെന്ത് ചെയ്യണം? ഇങ്ങനെ ഈ സെൽസ് ബ്ലഡ് കാപ്പിലറീസ് വഴി മൂവ് ചെയ്യാണ്. മൂവ് ചെയ്യുന്ന ടൈമിൽ എന്താണ്? ഇവിടെയാണ്, ഇതാണ് ഇവിടുത്തെ ഓക്സിജൻ മോളിക്യൂൾ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഹീമോഗ്ലോബിൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജന് റിലീസ് ചെയ്യുന്നുണ്ട്. റിലീസ് ചെയ്യുക മീൻസ് അപ്പോൾ ഇവിടെ ഹീമോഗ്ലോബിൻസ് എന്തായി? ഫ്രീ ആയി. ഇതിനെ റിലീസ് ചെയ്യുന്നുണ്ട്. എന്തിലോട്ട്? ആൽവിയോളിസിൽ. അതായത് ഇവിടെയാണ് ടിഷ്യൂ ഫ്ലൂയിഡ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കൊരു യെല്ലോ കളറിൽ കാണാൻ പറ്റുന്നൊരു പോർഷനാണ് ടിഷ്യൂ ഫ്ലൂയിഡ്. ഈ ടിഷ്യൂ ഫ്ലൂയിഡ്സ് വഴി ഈ ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങോട്ട്? ആൽവിയോളയിലോട്ട്. സോ that means oxygen എവിടെ എത്തി? Yes, of course it reaches the cells. So simply ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഡിഫ്യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളാണ്. ഫസ്റ്റ് ആൽവിയോളിസിലുള്ള ഓക്സിജന് ബ്ലഡ് കാപ്പിലറീസിലുള്ള ഹീമോഗ്ലോബിനുമായി കമ്പൈൻ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഫോം ചെയ്യും. ദെൻ ഇത് ബ്ലഡ് കാപ്പിലറീസ് വഴി അവിടെ എത്തിയാൽ ഹീമോഗ്ലോബിന് ഓക്സിജന് റിലീസ് ചെയ്ത് അവിടെ ഫ്രീ ആകും. ദെൻ ഈ ഓക്സിജന് ടിഷ്യൂ ഫ്ലൂയിഡ്സ് വഴി സെൽസിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. അങ്ങനെയാണ് സെൽസിലോട്ട് ഓക്സിജന് എത്തുന്നത്. ഓക്കെ, സോ സിംപ്ലി അതാണ് അതിൻ്റെ ബാക്കിൽ നടക്കുന്ന ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇസ് ഇറ്റ്? സോ ഇവിടെ നമുക്കൊരു പാത്ത് വേ കാണാം. ദാറ്റ് ഈസ് ഫസ്റ്റ് എന്താണ്? ആൽവിയോളയിലുള്ള ഓക്സിജൻ ഇൻ ദി ആൽവിയോളൈ. ഓക്കെ, ഓക്സിജൻ ഇൻ ദി ആൽവിയോളൈ. ദെൻ ഇത് എങ്ങോട്ടാണ് പിന്നെ പാസ് ചെയ്യുന്നത്? യെസ്, ഇത് ബ്ലഡിലോട്ട് പാസ് ചെയ്യുന്നുണ്ട്. ബ്ലഡിൽ നിന്നും അതെവിടെ എത്തുന്നുണ്ട്? ബ്ലഡിൽ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? ഹീമോഗ്ലോബിനും ഓക്സിജനും കൂടി ചേർന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഫോം ചെയ്യും. ഓക്കെ, ദെൻ ഈ ഓക്സി ഹീമോഗ്ലോബിൻ എന്ത് സംഭവിക്കുന്നുണ്ട്? യെസ്, അത് ഫ്രീ ആയിട്ട് ടിഷ്യൂ ഫ്ലൂയിഡ്സ് വഴി അത് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജനെ സെല്ലിലോട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ദ പാത്ത് വേ ഓഫ് ഓക്സിജൻ ഇൻ ടു ദി സെൽസ്. ഫസ്റ്റ് എന്താണ്? ആൽവിയോളയിലുള്ള ഓക്സിജന് എവിടെ എത്തുന്നുണ്ട്? ബ്ലഡിൽ എത്തുന്നുണ്ട്. ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനുമായി ഓക്സിജൻ കമ്പൈൻ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. ദെൻ ഈ ഓക്സി ഹീമോഗ്ലോബിന്
എന്ത് ചെയ്യുന്നുണ്ട്? ഹീമോഗ്ലോബിൻ ഓക്സിജന് ഫ്രീ ആക്കി ടിഷ്യൂ ഫ്ലൂയിഡിലോട്ട് വിടുന്നുണ്ട്. അങ്ങനെ ടിഷ്യൂ ഫ്ലൂയിഡ്സ് വഴി ഈ ഓക്സിജൻ സെൽസിലോട്ട് എന്ത് ചെയ്യാണ്? ഡിഫ്യൂസ് ചെയ്യാണ്. ഓക്കെ. And the main constituent for the synthesis of hemoglobin is iron molecule. So, the main constituent for the synthesis of hemoglobin. Hemoglobin the synthesis, the main component or main constitute is the iron molecule. And so it is said that food items like leafy vegetables with iron content should be included in our diet. So നമ്മളൊക്കെ ലീഫി വെജിറ്റബിൾസ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടും എന്ന് പറയുന്നതിന് റീസൺ എന്താണ്? ഇറ്റ്സ് അയൺ കണ്ടെയ്നിങ് ഫുഡ് മെയിനായിട്ട് നമ്മുടെ ബോഡിയിൽ എത്തണം, എന്നാലേ ഉള്ളൂ ഹീമോഗ്ലോബിൻ്റെ ആ ഒരു എമൗണ്ട് എപ്പോഴും കറക്റ്റായിട്ട് നമ്മുടെ ബോഡിയിൽ നിൽക്കുള്ളൂ. ഓക്കെ. And the average amount of hemoglobin in a healthy man is 50 gram per 100 ml. ഒരു മാനിൻ്റെ കേസിൽ, ഒരു ആവറേജ് ഒരു ഹെൽത്തി മാൻ്റെ കേസിലാണ് പറയുന്നത് 15 gram per 100 ml ആണ് ഒരു മാൻ്റെ. ആൻഡ് ഇൻ ദി കേസ് ഓഫ് എ വുമൻ ദാറ്റ് ഈസ് 30 gram per 100 ml. സോ ഒരു ഹെൽത്തി മാൻ്റെ കേസിലാണെങ്കിൽ ദാറ്റ് ഈസ് 15 gram per 100 ml, ആൻഡ് ഇൻ ദി കേസ് ഓഫ് എ വിമൻ ദാറ്റ് ഈസ് 13 gram per 100 ml ആണ് ഹീമോഗ്ലോബിൻ്റെ റേറ്റ് ബ്ലഡിൽ. ഓക്കെ. Anemia is a condition in which the amount of hemoglobin decreases in blood. So, anemia. What do you mean by anemia here? It is a disease that is decrease in the level of hemoglobin in blood. That means amount of hemoglobin decreases in blood. ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് അനീമിയ. സോ ഈ ഒരു അനീമിയ എന്ന് പറയുന്ന ആ ഒരു ഡിസീസ് വരാതെ സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ അയൺ കണ്ടെയ്നിങ് ഫുഡ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ഓക്കെ. സോ അത്രയാണ് ഓക്സിജൻ ഇൻ ടു ദി സെൽസ് എന്ന ടോപ്പിക്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ടു റിലീസ് എനർജി. ടു റിലീസ് energy. How does oxygen that reach cells help in releasing energy? How does oxygen that reach സെൽസിലോട്ട് എത്തപ്പെടുന്ന ഓക്സിജന് എങ്ങനെയാണ് എനർജി റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? You know that energy is released mainly from glucose. Is it? Yes. Of course, from the previous classes and from the previous lessons, we can understand that energy is released mainly from glucose. Okay. The process by which energy is released from glucose in cells is called cellular respiration. So, in cells, energy is released from glucose. It is called cellular respiration. സെല്ലിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഗ്ലൂക്കോസിൽ നിന്നും എനർജി റിലീസ് ചെയ്യുന്നതെങ്കിൽ ആൻഡ് ദ പ്രോസസ് ഈസ് നോൺ ആസ് സെല്ലുലാർ റെസ്പിറേഷൻ. ആൻഡ് മെയിൻലി ദ സെല്ലുലാർ റെസ്പിറേഷൻസ് occurs in 2 steps. 2 സ്റ്റെപ്സ് വഴിയാണ് സെല്ലുലാർ റെസ്പിറേഷൻസ് നടക്കുന്നത്. Cellular respiration mainly takes place in 2 steps. The first step is glycolysis and the second step is the Krebs cycle. So here the main 2 steps in the cellular respiration is glycolysis is the first step and the second step is the Krebs cycle. Glycolysis, the first phase in cellular respiration, and here glucose is converted into pyruvic acid. ഇവിടെ എന്താണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് പൈറുവിക് ആസിഡായിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് 2 ATP മോളിക്യൂൾസും
എവിടെ ഗ്ലൈക്കോലിസിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് ഒക്കർ ചെയ്യപ്പെടുന്നത് ഫ്രം ദ പിക്ചർ വി ക്യാൻ സേസ് ദാറ്റ് ഇറ്റ് ഒക്കർ ഇൻ സൈറ്റോപ്ലാസം ആൻഡ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എന്താണ് ഇറ്റ്സ് ഓക്സിജൻ. സോ ഗ്ലൈക്കോലിസിസിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് മീൻസ് ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡാക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. 2 ATP മോളിക്യൂൾസ് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് സൈറ്റോപ്ലാസത്തിലാണ് ഒക്കർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ഓക്സിജൻ ആൻഡ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് phase in the cellular respiration. Okay. And the second one is the Krebs cycle. This is the second phase and which occur in mitochondria. മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. ആൻഡ് ഇവിടെ പൈറുവിക് ആസിഡ് കൺവേർട്ടഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. പൈറുവിക് ആസിഡിന് സം കെമിക്കൽ ചേഞ്ചസ് നടന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആകുന്നുണ്ട്. ആൻഡ് ഹിയർ 28 ATP മോളിക്യൂൾസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ എന്താവശ്യമുണ്ട്? ഓക്സിജൻ ആവശ്യമുണ്ട്. സോ ഹിയർ മെയിൻ സ്റ്റെപ്സ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ. സെൽസിനകത്ത് എന്താണ് എനർജി റിലീസ് ചെയ്യാണ് ഗ്ലൂക്കോസിന്. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സെല്ലുലാർ റെസ്പിറേഷൻ. ഈ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നത് 2 പ്രോസസ്സ് വഴിയാണ്, ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രെബ്സ് സൈക്കിൾ. ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡാക്കി മാറ്റുന്ന 2 ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈറ്റോപ്ലാസത്തിൽ വെച്ച് നടക്കുന്ന ഓക്സിജൻ ആവശ്യമില്ല. ദിസ് ഈസ് ദി ഫസ്റ്റ് ഫേസ്. ആൻഡ് ദ സെക്കൻഡ് ഫേസ് ഈസ് ദ ക്രെബ്സ് സൈക്കിൾ. മൈറ്റോകോൺട്രിയയിലാണ് വെച്ച് നടക്കുന്നത്. സം കെമിക്കൽ ചേഞ്ചസ് നടന്നിട്ട് ഇവിടെ കിട്ടിയ പൈറുവിക് ആസിഡിനെ എന്ത് ചെയ്യുന്നുണ്ട്? CO2 ആൻഡ് വാട്ടറായി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഹിയർ 28 ATP മോളിക്യൂൾസ് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഓക്സിജൻ ഈസ് റിക്വയർഡ്. ഓക്കെ. സോ എന്ത് ചെയ്യുക? ഈ ഒരു ഹിൻസ് വെച്ചിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ആ ഒരു ടേബിള് ഫില്ല് ചെയ്യാം. ഓക്കെ. ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറെ വിളിച്ചിട്ട് സംശയങ്ങൾ ക്ലിയർ ചെയ്യുക. ഇതിൽ വർക്ക് തന്നിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതും, പിന്നെ ഓക്സിജൻ ഇൻ ടു സെൽസ് എന്ന് പറയുന്നതിൽ ഒരു പാത്ത് വേ ഉണ്ട്, അത് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ. താങ്ക് യു.